കളമശ്ശേരിയുടെ ചരിത്രത്തിൽ ജനങ്ങൾ ഇത്രയും സ്നേഹിച്ച ഒരു ജനപ്രതി ഉണ്ടായി കാണില്ല. ആലുവയിൽ നിന്ന് വിഭജിച്ച് പുതിയൊരു മണ്ഡലം രൂപീകൃതമായപ്പോൾ മത്സരിക്കാനെത്തിയ പഴയ മട്ടാഞ്ചേരി MLA പിന്നീട് തീർത്തത് വികസന വിപ്ലവമായിരുന്നു. റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത പദ്ധതികൾ. പിന്നോക്കം നിന്നിരുന്ന പല പ്രദേശങ്ങളും പ്രത്യേക പരിഗണന നൽകി മുൻനിരയിലെത്തിച്ചു. സൗമ്യഭാവത്തിൽ മിതമായി മാത്രം സംസാരിക്കുന്ന അദ്ദേഹം കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. പണ്ടെല്ലാം ഓരോ പദ്ധതികൾക്കും തറക്കല്ലിട്ട് പിന്നീട് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ ഉദ്ഘാടനം നടത്തുന്ന പതിവ് ശൈലിക്ക് അദ്ദേഹത്തിന്റെ കാലത്ത് വലിയ മാറ്റം വന്നു. അതിവേഗം സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തിയാക്കി. മന്ത്രിയായിരുന്നപ്പോൾ 400 ദിവസങ്ങളിൽ 100 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി റെക്കോർഡിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അതിന്റെ മാത്രം ഗുണം ലഭിച്ചത്. പല വകുപ്പുകളും പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ വീഴ്ച വരുത്തുമ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ വകുപ്പിൽ 300% ഫണ്ടാണ് ചിലവഴിച്ചത്. പ്രളയകാലത്ത് MLA മാത്രമായിരുന്ന അദ്ദേഹം സ്വന്തം നിലക്ക് മണ്ഡലത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വീണ്ടും ജനങ്ങളെ ഞെട്ടിച്ചു. സ്വന്തം ചിലവിൽ ബോട്ടുകൾ കൊണ്ടുവന്നാണ് പ്രളയത്തിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തിയത്. മരുന്നുകളും ആവശ്യ സാധനങ്ങളും വേണ്ടവർക്ക് വാട്സപ്പ് വഴി ചീട്ടയച്ച് നൽകിയാൽ എത്തിക്കാനുണ്ടാക്കിയ സംവിധാനം മാധ്യമ ശ്രദ്ധ നേടി. കുട്ടികളുടെ പഠനരീതി എളുപ്പമാക്കാൻ ആദ്യം ഡിജിറ്റലായത് കളമശ്ശേരി മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളാണ്. കളമശ്ശേരി മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾ പ്രാപ്തനാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കി. ഇതിനായി പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കി. കേരളത്തിൽ ആദ്യ സിറ്റി ഗ്യാസ് പദ്ധതി യാഥാർത്ഥ്യമായതും കളമശ്ശേരിയിലാണ്. HMT മുതൽ മണലുമുക്ക് വരെ 5.5 കിലോമീറ്റർ റോഡ് പൈലറ്റ് പ്രൊജക്ടായി സംസ്ഥാനത്ത് ആദ്യമായി കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു. കങ്ങരപ്പടി ജംഗ്ഷനും പാതാള ജംഗ്ഷനും വീതി കൂട്ടി നവീകരിച്ചു. സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് സർക്കാരിനെ കൊണ്ടെടുപ്പിക്കുകയും അവിടെ അന്നേ വരെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, മറ്റു ജീവനക്കാർ എന്നിവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിന് ദേശീയപാതയോട് ചേർന്നുള്ള പത്തടിപ്പാലത്ത് 1.5 ഏക്കർ സ്ഥലത്ത് ആസ്ഥാന മന്ദിരം, റെസ്റ്റ് ഹൌസ്, കോൺഫറൻസ് ഹാളും നിർമ്മിച്ചു. കേരളത്തിൽ ആദ്യമായി സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടങ്ങിയത് കളമശ്ശേരിയിലാണ്. ന്യൂവാൾസ് അടക്കം നിരവധി സ്ഥാപനങ്ങൾക്ക് ഭൂമി അനുവദിച്ചു നൽകി. പിന്നീട് വന്ന LDF സർക്കാരിന്റെ കാലത്ത് പാലാരിവട്ടം പാലത്തിലുണ്ടായ സാങ്കേതിക പിഴവിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി. എങ്ങനെയും കളമശ്ശേരി പിടിച്ചെടുക്കണമെന്ന ചിലരുടെ കുബുദ്ധിയിൽ അദ്ദേഹത്തെ ബലിയാടാക്കി. ഉമ്മൻചാണ്ടിക്ക് സമാനമായി അദ്ദേഹവും നേരിട്ടത് കടുത്ത മാനസിക പീഡനമാണ്. മനസ്സറിയാത്ത അഴിമതി ആരോപണവും കേസെല്ലാം ശരീരത്തെയും തളർത്തി. ഒടുവിൽ രോഗശയ്യയിലുമായി. അവസാനം ആശുപത്രി കിടക്കയിൽ മരണത്തിന് കീഴടങ്ങിയപ്പോൾ